ഇന്ന് നമുക്ക് സാധാരണയായി നമ്മൾ പറയാറുള്ള ഒരു പരാതിയെപ്പറ്റി ചിന്തിക്കാം. അതായത് സമയം കിട്ടുന്നില്ലെന്ന പരാതി. ഒരുപക്ഷെ എക്സാം എഴുതുന്ന കുട്ടികൾ പറയുന്നതായിരിക്കാം. ഒരുപക്ഷെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെന്ന പരാതിയായിരിക്കാം. എക്സാം എഴുതുന്ന കുട്ടികളെ പറ്റി പറയുവാണെങ്കിൽ ചോദ്യങ്ങൾ എപ്പോഴും ബേസ് ചെയ്യുന്നത് ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം പഠിപ്പിച്ചപ്പോൾ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ നോട്ട്സ് തരുമ്പോൾ കേട്ടതായിരിക്കാം, പിന്നെ റിവിഷൻ ചെയ്യുമ്പോൾ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ കേട്ടതായിരിക്കാം, അതോ അല്ലെങ്കിൽ ലാസ്റ്റ് റിവിഷൻ ചെയ്യുമ്പോഴെങ്കിലും അവർ പഠിച്ചതായിരിക്കാം. ഒരു വർഷം കൊണ്ട് എവിടെയൊക്കെയോ പഠിച്ചതും കേട്ടതുമാണ്. ചുരുക്കത്തിൽ അറിയാം, പക്ഷേ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അറിയത്തില്ല. എക്സാമിനർ അഥവാ പേപ്പർ ചെക്ക് ചെയ്യുന്നയാൾ നമ്മളെ കാണാതെ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരിടമാണ് നമ്മുടെ ആൻസർ ഷീറ്റ് എന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ഉറക്കത്തിൽ നിന്ന് പോലും എഴുന്നേറ്റ് ഉത്തരം പറയാൻ പറ്റുന്ന ആൻസർ വേണം ആദ്യം മാർക്ക് അനുസരിച്ച് എഴുതാൻ.